എല്ലാവർക്കും ഇസ വ്ലോഗിലോട്ട് സ്വാഗതം. നമ്മളിന്ന് അയില മുളകിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചീരുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇട്ടുകൊടുത്തു. പിന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തു. എന്നിട്ട് ആ എണ്ണയിട്ടാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ എണ്ണയിൽ കിടന്നുകൊണ്ട് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം മൂത്ത് വന്നു. അപ്പോൾ അതിലോട്ട് പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ എണ്ണയിൽ കിടന്നുകൊണ്ട് ഇതൊന്ന് വാടി ഇങ്ങനെ വരണം, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടണം. അപ്പോൾ ഏകദേശം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 സ്പൂണ് മുളക് പൊടി വേണം. അപ്പോൾ 1 സ്പൂണ് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി ജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചത് അത് കുറച്ചൊന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുകയാണ്. നമുക്കിതൊന്ന് ഇതിലിട്ട് കണ്ടൊന്ന് ആക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതൊന്ന് ചൂടായി വന്നു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലിട്ട് കണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇതിൽ കിടന്ന് ആവണം. അപ്പോൾ ആയി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി അതിലോട്ട് കുറച്ച് പുളിവെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട്. പുളിക്കനുസരിച്ചിട്ടാണ് പുളിവെള്ളം പാർന്ന് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അതിലിട്ടാണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിന് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടാണ്ടൊന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലോട്ട് ഉപ്പിട്ടെടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി ഉപ്പില്ലെങ്കിൽ നമുക്ക് അപ്പോൾ ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി പുളി പിഴിഞ്ഞ് പാർന്നിട്ടുണ്ട്. പുളിക്കനുസരിച്ച് പുളി പാരുക. ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വന്നപ്പോൾ അതിലോട്ടൊരു 3 പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുകയാണ്. അതിന് നമ്മൾ 3 പച്ചമുളക് ഇതിലോട്ട് കീറിയിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കൂടി ഇതിലിട്ടാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തു. പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന അയില അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇനി അയില ഇതിലിട്ട് കാണ്ട് ഇളക്കൊന്നും വേണ്ട. അത് കിടന്നാണ്ട് നല്ലോണം ഒന്ന് വെട്ടി തിളച്ചോളും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. പിന്നെ അത് മൂടി തുറന്നിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തു. അങ്ങനെ നമ്മളുടെ മീൻകറി ഇവിടെ റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.